ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 7000-ലധികം കമ്പനികൾ ഇതുവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടതായി കാണാം. ഇത് കൂടാതെ ഓരോ വർഷവും പുതിയ പുതിയ കമ്പനികൾ IPOയുമായി വന്ന് വീണ്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഈ കമ്പനികളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ കുറേ കമ്പനികൾ തകർന്നിട്ട് അൺലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് സ്റ്റോക്കുകളുള്ള ഈ ഒരു സ്റ്റോക്കിൻ്റെ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കും? എല്ലാവരും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് പണപ്പെരുപ്പത്തെ ബീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഇൻഫ്ലേഷനെ മറികടക്കണമെങ്കിൽ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒരു സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നതിനും നമ്മൾ ഈ ഉപദേശം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അവസാനം വരെ ഇത് കാണാൻ ശ്രമിക്കുക. ബില്യനെയർ ഇൻവെസ്റ്റർ വാരൻ ബഫെ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒരിക്കലും പണം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു കമ്പനി ഇതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കരുതുക. ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വായിച്ചിട്ടോ അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടോ അവരുടെ മറ്റ് ബിസിനസ് ആക്ടിവിറ്റികൾ നോക്കിയിട്ടോ നിങ്ങൾക്ക് ആ കമ്പനി എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് യാതൊരു വിധത്തിലും മനസ്സിലാകുന്നില്ല എങ്കിൽ, അവരുടെ വളരെ സങ്കീർണമായ ബിസിനസ്സാണ് അവർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആമസോൺ, ആൽഫബറ്റ് പോലെയുള്ള ടെക്നോളജി കമ്പനികളിൽ അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല. കാരണം അവരെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഭാവനയിൽ അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം അത് മനസ്സിലാക്കുകയും ആപ്പിളിൽ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി നമുക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവണം. അതാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ധാരാളം പ്രൊഡക്റ്റുകളും ധാരാളം ബ്രാൻഡുകളും ഉപയോഗിക്കുകയും അതിനെ നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രൊഡക്റ്റുകൾ അതിൻ്റെ പിന്നിൽ വലിയൊരു കമ്പനികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് വൃത്തിയാക്കുവാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ കഴിക്കുന്ന കോഫി, അതുണ്ടാക്കുന്ന ഒരു കമ്പനി, ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ, നമ്മൾ വീട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമെൻറ്റ്, ഇങ്ങനെ തുടങ്ങി പല മേഖലകളിലും നമ്മൾ ധാരാളം പ്രൊഡക്റ്റുകൾ കണ്ടുമുട്ടാറുണ്ട്. ഈ പ്രൊഡക്റ്റിന് പിന്നിലൊക്കെ ഓരോ വലിയ കമ്പനികളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അറിയപ്പെടുന്ന ഒരു സാധനമാണ് ഫെവിക്കോൾ എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്നത് പിഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇങ്ങനെ നമ്മൾക്ക് ചില ബ്രാൻഡുകൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ചിലപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിന് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കമ്പനികളെ പറ്റി നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ജിയോ എന്ന് പറയുന്ന ടെലിഫോൺ നെറ്റ്വർക്ക്, അത് റിലയൻസിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന ബിസിനസ്സുകൾ ചെയ്യുന്ന ധാരാളം കമ്പനികളെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവിയിൽ ഇനിയും ഉപയോഗിക്കാൻ സാധ്യതയുള്ള, ഇനിയും 5, 10, 20 വർഷങ്ങളൊക്കെ നമ്മൾ ഒരേ ടൂത്ത് പേസ്റ്റിൻ്റെ ബ്രാൻഡോ ഒരേ കോഫിയുടെ ബ്രാൻഡോ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ലേ? കാരണം ആ കമ്പനികളിൽ നമുക്ക് തന്നെ നല്ലൊരു വിശ്വാസമില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കമ്പനി ആയിരിക്കും നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ കാലെടുത്ത് വെക്കുന്ന ആദ്യമായിട്ട് ഒരു ബിഗിനർ ഇൻവെസ്റ്റർ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട അത്തരം സ്റ്റോക്കുകളായിരിക്കണം. കാരണം ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ പറ്റി നന്നായി അറിവുള്ളത് നിങ്ങളാണ്. അത് ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർക്കാണ് അത് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുക ആ കമ്പനിയെക്കുറിച്ച്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ മറ്റ് വശങ്ങൾ മാത്രമാണ്. ആ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും മാത്രമേ ഇനി നമ്മൾ നോക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. കമ്പനിയെക്കുറിച്ചുള്ള, അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകുന്ന, വിശദമായ വിവരങ്ങൾ നൽകുന്ന ധാരാളം സൈറ്റുകൾ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ ലഭ്യമാണ്. എല്ലാം ഫ്രീ സൈറ്റുകളാണ്. ചില സൈറ്റുകൾ അതിൻ്റെ പ്രോ വേർഷൻ എടുക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. എങ്കിലും ഈ ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ കഴിയും, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് സ്ക്രീനറാണ് screener.in എന്ന് പറയുന്ന സൈറ്റ്. ഞാനിത് ഏതെങ്കിലും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഇതുപോലെ തന്നെ ടിക്കർ ടൈപ്പ്, അതേപോലുള്ള മണി കൺട്രോൾ പോലെയുള്ള ധാരാളം സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഈ screener.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ ഏത് കമ്പനിയാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ പോളിക്യാബ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസിങ് കാണാൻ പറ്റും. അറ്റ് പ്രസൻറ്റ് ഒരു ഷെയറിൻ്റെ വില 2643 രൂപയാണ്. ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ചുരുക്കിയ ഒരു വിവരണം ഇവിടെ കാണാൻ പറ്റും. പോളിക്യാബ് ഒരു കേബിൾ ആൻഡ് വയർ ഉണ്ടാക്കുന്ന, നമ്മൾ വീടുകളിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സ്വിച്ച്, ഫാന്, അതുപോലെ LED ലൈറ്റ്, സോളാർ ഇൻവേർട്ടേഴ്സ്, പമ്പ്സ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ അറിയുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിൻ്റെ പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ കമ്പനിയെക്കുറിച്ചുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ള ഡാറ്റകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കമ്പനിയുടെ ഒറിജിനൽ വെബ്സൈറ്റിലേക്ക് പോകാം. അതിനിവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും. നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഒറിജിനൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും, പോളിക്യാബിൻ്റെ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, അതിൻ്റെ വിശദ വിവരങ്ങൾ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്കിവിടെ ഈ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഡാറ്റകളൊക്കെ കൃത്യമാണോ എന്ന് നമുക്കിവിടെ പരിശോധിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ സ്ക്രീനർ സൈറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളതാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ, ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറുകൾ ഇന്നത്തെ വില ഉപയോഗിച്ച്, ഇന്ന് മാർക്കറ്റിൽ ഈ സ്റ്റോക്കിൻ്റെ വില എത്രയാണോ അതിനെ കൊണ്ട് ഗുണിക്കുക. അതായത് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിന് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂ ആണോ കിട്ടുന്നത് ആ വാല്യൂവിനാണ് നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്രമാത്രം വലുതാണോ അത്രമാത്രം ആ കമ്പനി നല്ല ഒരു വലിയൊരു സേഫ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം അത് വലിയ പാരമ്പര്യമുള്ള ഒരു കമ്പനി ആയിരിക്കും, നന്നായിട്ട് വളരുന്ന ഒരു കമ്പനി ആയിരിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഷെയർസ് വില കൂടാനും അതിലേക്ക് ആളുകൾ ഇടിച്ചു കയറാനും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വർദ്ധിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനി എന്ന് പറയുന്നത് റിലയൻസ് ആണ്. രണ്ടാം സ്ഥാനത്ത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്, TCS എന്ന് പറയുന്ന IT കമ്പനിയാണ്. മൂന്നാമതുള്ളത് HDFC ബാങ്ക് പോലെയുള്ള കമ്പനികളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 39,579 കോടി രൂപയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ലാർജ് ക്യാപ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് സംശയമുണ്ടോ എന്താണ് ഈ ലാർജ് ക്യാപ് കമ്പനി എന്ന്? ലാർജ് ക്യാപ് കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ടോപ്പ് 100 കമ്പനികളെയാണ് നമ്മൾ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇത് വേറൊരു മാനദണ്ഡം കൂടി പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 18,000 20,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളെ നമുക്ക് ഒരു ലാർജ് ക്യാപ് കമ്പനികളുടെ കൂട്ടത്തിൽ പെടുത്താം. അതേപോലെ 5,000-നും 18,000-നും ഇടയ്ക്കുള്ള കമ്പനികൾ നമുക്കൊരു മിഡ് ക്യാപ് കമ്പനികൾ എന്ന് പറയാം. 500 to 5,000 വരെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികൾ നമുക്ക് സ്മോൾ ക്യാപ് കമ്പനികൾ എന്നും വിശേഷിപ്പിക്കും. ഇതിന് പല മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറൈസേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 100 കമ്പനികൾ ലാർജ് ക്യാപ് കമ്പനികളും 101 to 250 വരെയുള്ള കമ്പനികൾ മിഡ് ക്യാപ് കമ്പനികളും 251 മുതൽ 500 വരെയുള്ള കമ്പനികൾ സ്മോൾ ക്യാപ് കമ്പനികളും എന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാർജ് ക്യാപ് കമ്പനികളാണ് ഒരു ബിഗിനർ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു സ്റ്റോക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അത് 100% സേഫാണ്. നിങ്ങൾ കൂടുതൽ പഠനങ്ങൾ ആ കമ്പനിയെക്കുറിച്ച് ചെയ്യേണ്ട, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കൂടുതൽ പഠന വിധേയമാക്കേണ്ട ആവശ്യം വരികയില്ല. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡെബ്റ്റ് ഈക്വിറ്റി റേഷ്യോ ആണ്. അതായത് ആ കമ്പനി
വലിയ കടമുള്ള ഒരു കമ്പനിയാണോ എന്ന് നമ്മൾ നോക്കണം. കടമുള്ള ഒരു കമ്പനിയാണെങ്കിൽ നമ്മൾ എന്തിനും റിസ്ക് എടുക്കണം, നമുക്കത് ഒഴിവാക്കാം. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡെബ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ 0.02 ആണ് ഈ കമ്പനിയുടേത്. അതായത് ആ കമ്പനിയുടെ കടം അതിൻ്റെ ഈക്വിറ്റിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എത്രമാത്രം വലുതാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ കിട്ടുന്ന റേഷ്യോ ഒന്നിൽ കൂടുതലാണെങ്കിൽ ആ കമ്പനി നമുക്ക് പറയാം ഒരു വലിയ കടമുള്ള ഒരു കമ്പനിയാണ്. എന്നാൽ ഒന്നിൽ കുറവാണെങ്കിൽ കടം കുറഞ്ഞ ചെറിയ കടമുള്ള ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി 0.5 താഴെയാണ് ആ കമ്പനിയുടെ കടമെങ്കിൽ ആ കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. വലിയ കടമൊന്നുമില്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ 0.02 ആണ്. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു കടമേ ഈ കമ്പനിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത്, സെയിൽസ് ഗ്രോത്ത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ആ കമ്പനിയുടെ സെയിൽസ് എല്ലാ വർഷവും വളരുന്നുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തെ അതിൻ്റെ വളർച്ച എങ്ങനെയാണ്? അതിവിടെ കാണാൻ പറ്റും 17.3% ആണ്. പ്രോഫിറ്റ് 5 വർഷത്തെ വളർച്ച എത്രയാണ്? 30.8% ആണ്. അപ്പം അത് രണ്ടും നല്ല രീതിയിലാണ് വളരുന്നത് അല്ലേ. 17%, 30% വളർച്ച എന്ന് പറയുന്നത് നല്ല വളർച്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസൊക്കെ എത്ര കൂടി നിൽക്കാനുള്ള ഒരു കാരണം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ROC ആണ്, റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അവർ മൊത്തത്തിൽ അവരുടെ ഫാക്ടറികളിലായാലും അല്ലെങ്കിൽ അവരുടെ മാൻ പവറിലായാലും അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് മേഖലയിലായാലും എല്ലാറ്റിലും അവരെത്ര പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന് ആനുപാതികമായിട്ട് എത്ര ലാഭം അവരുണ്ടാക്കുന്നുണ്ട്, അതാണ് ROC. ഇത് ഒരു കമ്പനിയെക്കുറിച്ചുള്ള അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാരാമീറ്ററാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ ഒരു മാനദണ്ഡം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ആ കമ്പനിയെക്കുറിച്ചുള്ള കൃത്യമായൊരു പിക്ചർ നമുക്ക് കിട്ടും. അതിവിടെ 22.5%, അതായത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 22 രൂപ ഈ കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ കമ്പനി വളരെ നല്ല കമ്പനിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ക്രീനിങ് മെത്തേഡാണ്. എന്നാൽ നമ്മൾ കുറേ സ്റ്റോക്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കുറേ 100 സ്റ്റോക്കുകളുണ്ട്, അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ മെത്തേഡുകൾ പരിശോധിക്കേണ്ടി വരും, കൂടുതൽ ഡാറ്റകൾ പരിശോധിക്കണം. അതിൻ്റെ PE റേഷ്യോ ഉണ്ട്, ഇപ്പോൾ അത് വളരെ എക്സ്പെൻസീവ് ആണോ, ഇതിൽ കുറഞ്ഞ വിലക്ക് അത് കിട്ടിയില്ലേ, കുറച്ച് ഡിസ്കൗണ്ട് ആകുമ്പോൾ വാങ്ങിച്ചപ്പോൾ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളും കൂടി നോക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബിഗിനർ ഇൻവെസ്റ്റർ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും നമ്മൾ പല റേഷ്യോകളും അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ട്രേഡുകൾ എടുക്കാൻ പറ്റും. അതുപോലെ ഇത് ലോ റിസ്ക് ആയിട്ടുള്ള, നമുക്കറിയാം നമ്മളൊരു ബിഗിനർ ഇൻവെസ്റ്റർ എപ്പോഴും വളരെ ലോ റിസ്ക് ആയിട്ടുള്ള കമ്പനികൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് എപ്പോഴും ലാർജ് ക്യാപ് കമ്പനികളായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ മാർക്കറ്റിൽ കുറേ കാലം പരിചയമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനികളിലും പെന്നി സ്റ്റോക്കുകളിലും വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ ആദ്യം ഒരു മാർക്കറ്റിനെക്കുറിച്ച്, അതിൻ്റെ വിഗതികളെക്കുറിച്ച്, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ, അതിൻ്റെ തിരിച്ചടികൾ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അത്തരം റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സെലക്ഷൻ പ്രോസസ്സിൻ്റെ മറ്റ് സങ്കീർണമായ ഫണ്ടമെൻ്റൽ അനാലിസിസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തുള്ള വീഡിയോകളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.